Assalamualaikum. Welcome back to Tutu's Kitchen. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക. കൂടെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം കിട്ടത്തുള്ളൂ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു അറേബ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണ്. ഇത് ആക്ച്വലി ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് ഫേസ് പാക്ക് ആണ്. ഇത് ആക്ച്വലി നമ്മൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. യാതൊരു അലർജിക് അല്ല, ഒന്നുമല്ല. ആൻഡ് നമ്മുടെ കൈകാലുകളിലേക്ക് അതേപോലെ ഫേസിലേക്ക് ആ ഒരു ടാൻ ഒക്കെ മാറ്റിയിട്ട് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ യൂസ് ചെയ്യാം. ഈ വീഡിയോൻ്റെ എൻഡിങ്ങിൽ നമ്മുടെ ഈ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസും ഈ ടാനിങ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മിസ് ചെയ്യാതിരിക്കാൻ ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് ഇനി അധികം ലേറ്റ് ആക്കണ്ട, നമുക്കിനി വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് റാഗിപ്പൊടിയാണ് കേട്ടോ. ഈ റാഗി ഫ്ലോർ നമുക്ക് കടകളിൽ നിന്ന് പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഈ റാഗി പുല്ല് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ആക്ച്വലി ഇത് അഫോർഡബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പൈസ മാത്രമേ നമ്മുടെ ഈ റാഗിപ്പൊടി ആയാലും പുല്ലായാലും ഉള്ളൂ കേട്ടോ. ആൻഡ് ഇത് നമുക്ക് റാഗി പുല്ലായിട്ടാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ഔട്ട് ചെയ്ത് ദെൻ നല്ലപോലെ ഒന്ന് ഉണക്കി എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തേക്കുന്ന റാഗിപ്പൊടിയാണ് കേട്ടോ. വീട്ടിൽ പൊടിച്ചൊരു ബോക്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഇഷ്ടാനുസരണം ഒരു വീക്കിൽ വൺസ് ഒക്കെ നമുക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് ഇതിനകത്തേക്ക് അടുത്തായിട്ട് വേണ്ടത് ചെറുനാരങ്ങ നീരാണ് കേട്ടോ. ചെറുനാരങ്ങ നീര് ആക്ച്വലി 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയും ഫുള്ളായിട്ട് നമ്മൾ ആ ചെറുനാരങ്ങ നീരിൽ തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളമൊന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ചെറുനാരങ്ങ നീര് തന്നെ യൂസ് ചെയ്യുക. ആൻഡ് ചെറുനാരങ്ങയുടെ നീര് എത്രമാത്രം വേണോ അതനുസരിച്ചിട്ട് ചെറുനാരങ്ങയുടെ വലിപ്പം അല്ലെങ്കിൽ അതൊക്കെ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത്രയും ചെറുനാരങ്ങ നീര് നമ്മൾ എടുക്കണം. ആൻഡ് ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ച ശേഷം നമ്മൾ ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ റാഗിപ്പൊടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏജിങ് ഒക്കെ ആവുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തൂങ്ങി വരുമല്ലേ. അപ്പോൾ ആ സ്കിന്നിനൊക്കെ ഒന്ന് ടൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഈ റാഗിപ്പൊടി എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ സ്കിന്നിന് ടൈറ്റൻ ആകുന്ന വഴി നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ എന്തെങ്കിലും ടാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ റാഗിപ്പൊടി യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ മൂന്നാമത്തെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതിനാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് ഇടാൻ പോകുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ് കേട്ടോ. ഈ തേൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ തേൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക ഫേസ് പാക്കുകളിലും നമ്മൾ തീരെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ തേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഈ തേൻ ചേർക്കുന്നത്. ഈ തേൻ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ഫേസിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം, പ്രായമായവർക്കും അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. ഇത് യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിപ്പോൾ ഈ ഫേസ് പാക്ക് തന്നെയല്ല, ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് വൈപ്പ് ചെയ്തിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇപ്പോൾ ഈ റാഗിപ്പൊടിയുടെ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏകദേശം ഒരു 20 to 30 മിനിറ്റ്സ് വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ കയ്യുമാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. എവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും കുറച്ച് തിക്കായിട്ടുള്ള ലെയറിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് 20 to 30 മിനിറ്റ്സ് തന്നെ നമ്മൾ വെക്കണം. ആൻഡ് ഒരു 20 to 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ നമുക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്ക്രബിങ് പോലെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് നല്ലപോലെ ഞാൻ കയ്യുമ്പോൾ ഒരു 20 to 30 മിനിറ്റ്സ് വെക്കാൻ പോവുകയാണ്. കൈ കോൾഡ് വാട്ടറിലാണ് കേട്ടോ കഴുകി കളഞ്ഞത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് പറയുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരും. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.